ഭാരതത്തിന് ഏർപ്പെടുത്തിയ ഇറക്കുമതി താരിഫിൽ കുറവ് വരുത്തി ഡൊണാൾഡ് ട്രംപ് നിലവിലെ താരിഫ് 10% കുറച്ചു. ജൂലൈ 24 നേരത്തെ നിലനിന്നിരുന്ന താരിഫ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചത്. ഭാരതം ഉൾപ്പെടെ 17ഓളം രാജ്യങ്ങളുടെ 10% താരിഫിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഐസൺ ജോസ് വിവരങ്ങൾ നൽകും. ഐസൺ, എന്താണ് ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻ? പറയൂ. ഗൗതം, ഇന്ന് താരിഫിൻ്റെ അതായത് 24-ന് താരിഫിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ താരിഫ് നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിന് ഇതുവരെ ചുമത്തിയിരുന്നത് 12.5% താരിഫായിരുന്നെങ്കിൽ ഇത്തവണ പുതിയ താരിഫ് നിരക്കിൽ അത് 10% ചുരുക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 17ഓളം രാജ്യങ്ങൾ ഇത്തരത്തിൽ 10% താരിഫും ബാക്കി 43ഓളം രാജ്യങ്ങൾക്ക് 12.5% താരിഫുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് കാലാവധി അവസാനിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ ഈ താരിഫ് നയം നടപ്പിൽ വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതായത് 12.5% താരിഫിൽ നിന്ന് 2% ഭാരതത്തിൻ്റെ താരിഫ് കുറയ്ക്കുകയും ഭാരതത്തിനോടൊപ്പം തന്നെ 17ഓളം രാജ്യങ്ങൾക്ക് സമാന രീതിയിൽ താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ താരിഫ് കുറയ്ക്കുന്നതിനുള്ളൊരു നീക്കമാണ് പ്രധാനമായും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിനെ സ്വാധീനിക്കപ്പെടുന്ന പല ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഭാരത-US വ്യാപാര ധാരണ അല്ലെങ്കിൽ വാണിജ്യധാരണയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വൈകാതെ ഉണ്ടാകാനിരിക്കുന്നു എന്നൊരു സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ താരിഫ് ചുരുക്കുന്നതിനുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും കൂടുതൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് നിർബന്ധിതമായി ജോലിയെടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിർബന്ധിത തൊഴിൽ നടപ്പാകുന്ന ചില രാജ്യങ്ങൾ, അത് അമേരിക്ക നിഷ്കർഷിക്കുന്ന നിലവാരത്തിനനുസരിച്ച് നിർബന്ധിത തൊഴിലിൻ്റെ സാന്നിധ്യം കുറയാത്ത രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 12% താരിഫ് അത്തരം രാജ്യങ്ങൾക്കാണ് പ്രധാനമായും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിന് 12% നേരത്തെ താരിഫ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ആ താരിഫ് 10% ചുരുക്കിയിരിക്കുന്നു എന്നതും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതാണ്. ഗൗതം, ഐസൺ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.